ഹായ് മക്കളെ, SSLC IT എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട, നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അതെ, A+ എപ്പോ വരും, എങ്ങനെ വരും, എവിടെ പോകും എന്നുള്ള ഒരു പോയിന്റ് നമ്മൾ ഇവിടെയാണ് ശ്രദ്ധിക്കാൻ വേണ്ടി പോകുന്നത്. യെസ്, എല്ലാവരും ശ്രദ്ധിക്കുക. MCQ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 10 ക്വസ്റ്റ്യൻസ് MCQ ഉണ്ടെങ്കിൽ അതിൽ 5 എണ്ണം ശരിയാക്കി കഴിഞ്ഞാൽ, വെറും 5 എണ്ണം ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് A+ ഉറപ്പാണ്. പക്ഷേ ഈ 5 എണ്ണം എവിടെ കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ള അത് മാത്രമേ സംശയമുള്ളൂ. പല കുട്ടികൾക്കും A+ നഷ്ടപ്പെടുന്നത് ഈ MCQസിലായിരിക്കും. അപ്പൊ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ നമ്മുടെ MCQ സീരീസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മക്കളെ എല്ലാവരും നോക്കിക്കേടാ. പിന്നെ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അറിയുന്ന എല്ലാ ക്വസ്റ്റ്യന്റെയും ആൻസർ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് പ്രോംപ്റ്റ് ചെയ്യാം. ഓക്കെ ഫൈൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് the impression of motion by displaying still images continuously and rapidly. അപ്പൊ എന്താണ് ഈ ക്വസ്റ്റ്യൻ വായിച്ചിരിക്കുന്നത്, എന്താണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? എല്ലാവരും ഒരു സെക്കൻഡ് എടുത്തൊന്ന് വേഗം വായിച്ചേ. Which of the following is the process of creating the impression of motion by displaying still images continuously and rapidly? കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിൽ ഇമേജസിന് ഇങ്ങനെ ഇതാക്കുന്ന സ്റ്റുഡിയോയിൽ നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്? റിഫ്രാക്ഷൻ ആണോ, ട്വിനിങ് ആണോ, ഇന്റർപോളേഷൻ ആണോ, അതോ ആനിമേഷൻ ആണോ? യെസ്, ഇതിൽ ഏത് പ്രോസസ് ആണ് എന്നുള്ളതാണ്. യെസ്, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഉത്തരം തന്നെയാണ്. അതെന്താണ്? അതിന്റെ ഉത്തരമാണ് ആനിമേഷൻ, അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. Which of the following field is appropriate to set as primary key when creating a database containing information about the students of a class? അതായത് ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ ഡേറ്റാബേസ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഇതിൽ പ്രൈമറി കീ ആയിട്ട് വെക്കാൻ പറ്റുന്നത് ഏതാണ് എന്നുള്ളതാണ്. മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പ്രൈമറി കീ എന്താന്നുള്ള കാര്യം. നമ്മൾ ഡേറ്റാബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ചെയ്തിട്ടുണ്ട് ഇല്ലേ? അപ്പൊ ഇതിനകത്ത് അഡ്മിഷൻ നമ്പർ ആണോ, നെയിം ആണോ, ഡേറ്റ് ഓഫ് ബർത്ത് ആണോ, അഡ്രസ് ആണോ നമുക്കൊരു പ്രൈമറി കീ ആയിട്ട് വെക്കുക. അതായത് സ്കൂളുകളിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടല്ലോ നിങ്ങളുടെ ഐഡന്റിറ്റി, സ്കൂൾ ഐഡന്റിറ്റി എന്ന് വെച്ചാൽ പേരുണ്ടാകും, ക്ലാസ്സിൽ റോൾ നമ്പർ ഉണ്ടാകും, ഉണ്ടല്ലോ. യെസ്, അതുപോലെ ആയിരിക്കും പോകുന്നുണ്ടാവുക. അതേപോലെ ഒരിക്കലും എന്തല്ല, നമുക്ക് പേരോ ഡേറ്റ് ഓഫ് ബർത്തോ അഡ്രസ്സോ എന്തല്ല, അത് പ്രൈമറി കീ ആയിട്ടല്ല വെക്കുക. അതിന് പകരം അഡ്മിഷൻ നമ്പർ എന്നുള്ള ഒരു സിസ്റ്റം ആയിട്ടായിരിക്കും നമ്മൾ വെക്കുക. ആണോ അല്ലയോ? അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ? യെസ്, ഒന്ന് നോക്കൂ. വിച്ച് tool in Synfig Studio helps to select the object and manipulate them with handles? അപ്പം ഏത് ടൂളാണ് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ ചോദ്യം. അതിന്റെ ഓപ്ഷൻസ് ഉണ്ട്. ഫിൽ ടൂൾ ഉണ്ട്, സർക്കിൾ ടൂൾ ഉണ്ട്, ഗ്രേഡിയൻ ടൂൾ ഉണ്ട്, ട്രാൻസ്ഫോം ടൂൾ ഉണ്ട്. മക്കളെ, 4ൽ ട്രാൻസ്ഫോം ടൂൾ ആണ് എന്ത് അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുക. ഈ ചോദ്യം നോക്കിക്കേ. ഈ ചോദ്യത്തിന് എന്തായിരിക്കും മറുപടി വരിക എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യൂ. യെസ്, എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? The following statements are regarding proprietary software, which is correct. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള, ശരിയായിട്ടുള്ള പോയിന്റ് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ കാര്യം, ദ യൂസർ വിൽ ഹാവ് ആക്സസ് ടു ബോത്ത് സോഴ്സ് കോഡ് ആൻഡ് ഒബ്ജക്ട് കോഡ്. ഇവിടെ യൂസറിന് സോഴ്സ് കോഡിനും ഒബ്ജക്ട് കോഡിനും എന്തുണ്ട്? ആക്സസ് ഉണ്ട് എന്നാണ് പറയുന്നത്. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ മക്കളെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനം. പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സോഫ്റ്റ്വെയർ എന്തില്ല നമുക്ക്? യെസ്, നമുക്ക് എന്തില്ല? അങ്ങനെ തോന്നിയ പോലെ ആക്സസ് ഉണ്ടോ? ഇല്ല. രണ്ടാമത്തെ, ദ സോഴ്സ് കോഡ് വിൽ ബി അവൈലബിൾ ടു യൂസർ. സോഴ്സ് കോഡ് യൂസർ കിട്ടുമോ? ലിനക്സ് ഒക്കെ ഫ്രീ ആണ്, അത് പ്രൊപ്രൈറ്ററി അല്ല, അതിന്റെ കിട്ടുള്ളൂ. വിൻഡോസിന് കിട്ടുമോ? വിൻഡോസിന് കിട്ടില്ല, അത് പ്രൊപ്രൈറ്ററി ആണ്. അപ്പൊ രണ്ടാമത്തെ തെറ്റാണ്. ദ സോഴ്സ് കോഡ് ആൻഡ് കോപ്പിറൈറ്റ് വിൽ ബി അവൈലബിൾ ടു യൂസർ. സോഴ്സ് കോഡ് കിട്ടും, കോപ്പിറൈറ്റ് കിട്ടില്ല. നമ്മൾ കോപ്പിറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളെ പിടിച്ച് ജയിലിടും, വേറൊന്നുമില്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ദ ഒബ്ജക്ട് കോഡ് വിൽ ബി അവൈലബിൾ ടു ദ യൂസർ. ഒബ്ജക്ട് കോഡ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? യൂസറിന് അവൈലബിൾ ആവുകയുള്ളൂ. അതാണ് എന്ത് അതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. മക്കളെ നോക്കൂ, അടുത്തൊരു ചോദ്യം നോക്കൂ. Which icon in the style window should be clicked to get the paragraph style in LibreOffice Writer? നേരെ നോക്കൂ, ഇവയിൽ ഏതിനെ നോക്കിയാലാണ്, ഏതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് പാരഗ്രാഫിന്റെ നമുക്ക് കിട്ടുക? മക്കളെ അറിയാം, നമുക്ക് A എന്ന് പറയുന്നാൽ അത് ഫോണ്ട് ആണ്, ഇത് ബുള്ളറ്റിന്റെ ആണ്, ഇതുമല്ല, പിന്നെന്താണ്? ഫസ്റ്റ് വൺ, അതാണ് എന്ത് പാരഗ്രാഫിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. യെസ്, അടുത്ത 3 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത്. ഇതിന് ഉത്തരം അറിയുന്ന ആൾ കമന്റ് ബോക്സ് ഇടുക. ഇതിന്റെ ഉത്തരം അറിയുന്ന കുട്ടി ആരാണ് ആദ്യം ഇതിന്റെ ഉത്തരം പറയുക? നമുക്ക് നോക്കാം. യെസ്, ആദ്യം എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡിവൈസ് used instead of hub in a computer network? ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഹബിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസിന്റെ പേര് എന്താണ് എന്നാണ്. HDMI ആണോ, RJ45 ആണോ, RJ11 ആണോ, അതോ സ്വിച്ച് ആണോ?
മക്കളെ നമുക്കറിയാം ഹബ്ബും സ്വിച്ചുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരേപോലെ പലപ്പോഴും ഹബ്ബിനെ ചോദിച്ചാൽ സ്വിച്ച് എന്ന് പറയും, സ്വിച്ചിനെ ചോദിച്ചാൽ ഹബ് എന്ന് പറയും. അത് നമ്മുടെ ഒരു സ്വഭാവമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരു റൂമിലേക്ക് കയറുമ്പോൾ പുഷ് എന്ന് പറഞ്ഞാൽ അപ്പ പിടിച്ചു വലിക്കും അല്ലേ. ശരിക്കും പുഷ് എന്ന് പറഞ്ഞാൽ എന്താ, തള്ളുക ആണല്ലോ. യെസ്, അപ്പൊ ഇതിൽ എല്ലാവർക്കും തള്ളാൻ നന്നായിട്ട് അറിയല്ലോ. Okay, next, അടുത്ത question. Which among the following is used to solve the code duplication while creating web pages? വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതായത് which among the following is used to solve the code duplication ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം എന്താണ് എന്നുള്ളതാണ്. മക്കളെ, സുഹൈൽ സാർ കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. സുഹൈൽ സാറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം കൃത്യമായിട്ടൊരു സ്റ്റൈൽ അവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. HTML ആണോ, HTTPS ആണോ, CSS ആണോ, അതോ വെറും സ്റ്റൈൽസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾ കൃത്യമായിട്ട് പറയണം. അതെന്താടാ, അത് CSS ആണോ? യെസ്. അപ്പൊ അടുത്ത ചോദ്യം നോക്കൂ. Which instruction should be given at the beginning of the program to create geometric shapes using turtle graphics in Python? turtle graphics അതിൽ തുടങ്ങുമ്പോൾ എന്ത് കൊണ്ട് തുടങ്ങണം എന്നിട്ടാ? ഫ്രം turtle import star, വെറും ഫ്രം turtle import from turtle star, import from turtle. ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആകെ കൺഫ്യൂസ്ഡ് ആവുന്നല്ലാതെ കൃത്യമായിട്ട് മക്കളെ ഇതിന് കോഡ് അറിയുന്ന കുട്ടിക്ക് മാത്രം എന്ത് ചെയ്യുള്ളൂ, ഇതിന് ഉത്തരം കൃത്യമായിട്ട് പറയാൻ പറ്റുകയുള്ളൂ. എന്താണ് ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട്? 84ാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം എന്ത് പറയുന്നു? എ ആണ് ശരിക്കും അതിന്റെ ഉത്തരം. അപ്പൊ എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ നോക്കിക്കോളൂ. Which is the tag used to include CSS in web page in external way? അതായത് എക്സ്റ്റേണൽ വേയിൽ എന്താണ് നമ്മൾ CSS ഒരു വെബ് പേജിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മൾ ഏതാണ് ഉപയോഗിക്കുക എന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മക്കളെ, ബോഡി സ്റ്റൈല്, ലിങ്ക്, HTML. ചില സംശയം ഉണ്ടാവും, HTML ആണോ അതോ ഇനിയിപ്പോൾ ലിങ്ക് ആണോ എന്നുള്ളത്. ബോഡി അല്ല, സ്റ്റൈൽ അല്ല എന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാൻ പറ്റും. കാരണം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ, എക്സ്റ്റേണൽ വേയിൽ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് ദ ആൻസർ വിൽ ബി ലിങ്ക്. ഒരു ലിങ്ക് വഴിയാണ്, ഹൈപ്പർ ലിങ്ക് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? യെസ്, അതേപോലെയാണ് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്കത് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following information is included in the connection information that appears when you click on NM-applet from desktop panel of a computer? അതായത് ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിന്റെ വേണ്ട വിട്ടേക്ക്, ഒരു കമ്പ്യൂട്ടറിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിലുള്ള ഒരു കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണെന്നുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ NM-appletൽ എന്താണ് ഉണ്ടാവുക? ടോട്ടൽ നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ദ നെറ്റ്വർക്ക്. ഒരിക്കലും കാണാൻ പറ്റില്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഒരിക്കലും കാണാൻ പറ്റില്ല എന്നല്ല, അതിന്റെ ആവശ്യമില്ല. Number of computers that received IP address through DHCP, അതിന്റെ ആവശ്യമില്ല. And the third one is the IP address, that is the internet protocol address of that particular device, and details of downloaded files അല്ല, IP address എന്നുള്ളതാണ് അതിന്റെ ഉത്തരം നമുക്ക് വരുന്നത്. യെസ്, ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് which among the following statement is correct regarding the default canvas in Inkscape? ഇത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ഇങ്ക്സ്കേപ്പിന്റെ ഡിഫോൾട്ട് ക്യാൻവാസ് എങ്ങനെയായിരിക്കും? അതൊരിക്കലും വൈറ്റ് കളർ ആയിരിക്കണം എന്നില്ല, അത് ബ്ലാങ്ക് കവർ ആയിരിക്കണം എന്നില്ല, അത് ഗ്രേ കളർ ആയിരിക്കണം എന്നില്ല, അത് കളർലെസ് ആയിരിക്കണം എന്നില്ല. അത് എപ്പോഴും അത് ട്രാൻസ്പെറന്റ് ആയിരിക്കും. കളർലെസ് എന്നല്ല, അതിന് കൃത്യമായിട്ട് പറയുന്നത് എന്താണ്? അത് ട്രാൻസ്പെറന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. യെസ്, ഈ ചോദ്യത്തിന് ആര് മറുപടി പറയും? ഇതാരാണ് ഈ ചോദ്യത്തിനുള്ള മറുപടി പറയാം? നോക്കൂ. യെസ്, in quantum GIS QGIS projects, what is the extension of layers? QGIS project എല്ലാം കഴിഞ്ഞ് നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ ഒരു എക്സ്റ്റൻഷൻ അല്ല ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ലെയേഴ്സിന്റെ എക്സ്റ്റൻഷന്റെ പേര് .QGS ആണോ, .SHP ആണോ, .GIS ആണോ, .GIF ആണോ? GIF അല്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ ചിലർ സംശയം QGS ആണോ എന്നുള്ളത്. മക്കളെ, നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്തിട്ടുണ്ടാവും. .SHP അല്ലെ? ഓപ്ഷൻ ബി SHP. സെറ്റാണോ? സെറ്റാണ്. ഇതിനുള്ള ഉത്തരം ആര് പറയും? ആര് കമന്റ് ചെയ്യും? നോക്കാം. Sending threatening messages through social media is a legal offense. What is the name of such crimes? എന്നുവെച്ചാൽ ഞാൻ എൻ്റെ സുഹൃത്തിനെ, എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്, പോട്ടെ, എനിക്ക് ദേഷ്യമുള്ള ഒരാളാണ്, എൻ്റെ ശത്രുവാണെങ്കിൽ പോലും ഞാൻ ആൾക്ക് വല്ല വാട്സാപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാമിലോ ഏതെങ്കിലും ഒരു നവമാധ്യമം സോഷ്യൽ മീഡിയ വഴി അയാളെയോ അയാളുമായി ബന്ധപ്പെട്ട ആളുകളെയോ
പബ്ലിക് ആയിട്ട് ഞാൻ വെറുതെ ചീത്ത പറഞ്ഞു. വെറുതെ ചീത്ത പറയുന്ന വെച്ചാൽ ഞാൻ നമ്മൾ വേണ്ടാത്ത വിളിക്കാന്നൊക്കെ പറയില്ലേ, തെറി വിളിക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ലീഗൽ ആക്ഷൻ ആണോ? ആണ്. അപ്പോ ഇത്തരത്തിലുള്ള ആക്ഷനെ പറയുന്ന പേരെന്താണ് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇത്തരത്തിലുള്ള ആക്ഷനെ പറയുന്ന പേര്, ഇപ്പൊ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ, അല്ലെങ്കിൽ വേണ്ട എൻ്റെ ഒരു ശത്രുവിനെ ഞാൻ തെറി വിളിച്ചു, വാട്സാപ്പിൽ ഇങ്ങനെ കുറേ മെസ്സേജ് ചെയ്തു, എനിക്ക് ദേഷ്യം വന്നപ്പോൾ വെറുതെ എടുത്ത് ഞാൻ ഇങ്ങനെ അയച്ചു. ആ ചെയ്യുന്ന പരിപാടിയുടെ പേരെന്താണ്? ലീഗലി എന്താണ് അതിനെ പറയുന്നത്? അതിനെ ഹോസ്റ്റിംഗ് എന്ന് പറയുമോ, ബ്രൗസിംഗ് എന്ന് പറയുമോ, ബുള്ളിയിങ് എന്ന് പറയുമോ, ട്രാൻസ്ഫറിംഗ് എന്ന് പറയുമോ? ചിലർക്ക് സംശയം ഉണ്ടാവും, സാറേ ഞാൻ ട്രാൻസ്ഫറിംഗ് അല്ലേ ചെയ്യുന്നേ, അല്ലേ? എന്റെ വായിലിരിക്കുന്ന തെറി അയാളുടെ ചെവിയിലേക്ക് എത്തുന്നു, കണ്ണിലേക്ക് എത്തിക്കുന്നു, അത് ശരിയല്ലേ? ഓഫ് കോഴ്സ് അത് തെറ്റാണ്. അതല്ല, അതിനെ പറയുന്ന പേരാണ് മക്കളെ ബുള്ളിയിങ്. ബുള്ളിയിങ് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ സിനിമ കാണുന്ന തലമുറയായതുകൊണ്ട് ബുള്ളിയിങ് എന്നുള്ള പദം നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാകും. ഉറപ്പായും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഉണ്ടോ ഇല്ലയോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is a project file created using quantum GIS software? QGIS വെച്ചിട്ട് ഏത് പ്രൊജക്റ്റ് ആണ് സേവ് ചെയ്തിരിക്കുന്നത്? നോക്കൂ. പഞ്ചായത്ത്.png, പഞ്ചായത്ത്.qgs, പഞ്ചായത്ത്.gis, പഞ്ചായത്ത്.html. മക്കളെ QGIS കൊണ്ടുണ്ടാക്കിയ പ്രൊജക്ട് ഏതാന്ന് വെച്ചാൽ QGS അല്ലേ? .png വരുമോ? .html വരുമോ? .gif വരുമോ ഇല്ല എന്നുള്ളതല്ല, ഇതിനകത്ത് തർക്ക വിഷയത്തിന്റെ ഒരു കാര്യമില്ല. .qgs. ഓക്കെ. 72ാമത്തെ ഈ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, which of the following is the correct way to export projects created in Synfig Studio as video files? അതായത് നമ്മൾ സിൻഫിക് സ്റ്റുഡിയോന്റെ പ്രാക്ടിക്കൽസ് കണ്ട കുട്ടികളാണ്, ഈ പ്രാക്ടിക്കൽസ് ചെയ്ത കുട്ടികളാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിട്ട് സിൻഫിക് സ്റ്റുഡിയോയിൽ എല്ലാ സമയത്തും ചെയ്യുന്ന പോലെ എന്തല്ല, ഫയൽ ഇമ്പോർട്ട്, ഫയൽ എക്സ്പോർട്ട്, അങ്ങനെയല്ല. നമ്മൾ അതിന് പകരം എന്ത് ചെയ്യും? നമ്മൾ അവിടെ ചെയ്യുന്ന ഒരു പരിപാടി ഫയൽ റിവേർട്ട് അല്ല, ഫയൽ ഇമ്പോർട്ട് അല്ല, ഫയൽ സേവ് അല്ല, ഫയൽ എക്സ്പോർട്ട് അല്ല, ഫയൽ റെൻഡർ എന്നാണ്. യെസ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, 73ാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ ആര് പറയുന്നു? 73rd question, who will be the winner? Yes, the stars drawn on the sky background in Synfig Studio needs to be aligned in different parts. Which of the following tools should be used for this? അതായത് അവിടെ വെച്ചിരിക്കുന്ന നമ്മുടെ ആകാശത്തുള്ള നക്ഷത്രങ്ങൾ, രാത്രിയാണെങ്കിൽ ആകാശത്തേക്ക് നോക്കൂ, ആകാശത്തുള്ള നക്ഷത്രങ്ങൾ, yes, on the sky background in Synfig Studio needs to be aligned in different parts. അപ്പം നമ്മുടെ രാത്രിയുള്ള ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അലൈൻ ചെയ്യണം. അങ്ങനെ അലൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂള് ഇതിൽ ഏതാണ്? ഒന്നാമത്തെ സാധനം കണ്ടു കഴിഞ്ഞാൽ തോന്നും yes, it's a play button, right? രണ്ടാമത്തെ കാര്യം എന്താ, ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഉണ്ട്. മൂന്നാമത്തെ വട്ടത്തിലൊരു സാധനം ഉണ്ട്. നാലാമത്തെ സ്ക്വയർ ഉണ്ട്. അത് സ്ക്വയർ നിങ്ങൾ വേണമെങ്കിൽ ചിലവർക്ക് സംശയം ഉണ്ടാവും, സാർ ഇത് ഗ്രേഡിയന്റ് ടൂൾ അല്ലേ, എന്താ ചെയ്യിക്കോട്ടെ. പക്ഷെ ഇവിടുത്തെ ചോദ്യം എന്താണ്? അലൈൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് യെസ്, ഓപ്ഷൻ ബി, ഇറ്റ് ഈസ് റൈറ്റ് ആൻസർ. ഇതൊരു തർക്കം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇട്ടെന്ന് മാത്രം. DNS is the system on the internet that translates the name of a website into IP address. What is the full form of DNS? Domain name service. ഇത് എത്ര തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ഇത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഞാൻ കൂടുതലും അതിനകത്തേക്ക് ഞാൻ കിടക്കുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Which of the following is likely to happen in a primary key is not defined in a database? Which of the following is likely to happen if a primary key is not defined in a database? ഡേറ്റാബേസ് എന്നുള്ള പാഠത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഇങ്ങനെ. നോക്കൂ മക്കളെ, അതായത് പ്രൈമറി കീ നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഡേറ്റാബേസിൽ പ്രൈമറി കീ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ആണ് അവിടെ ഉണ്ടാവാനുള്ള സാധ്യത? ഒന്ന് നോക്കൂ. There may be duplicate records. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും. ഡേറ്റ മേ ബി ലോസ്റ്റ്. ഡേറ്റ ചിലപ്പോൾ നഷ്ടപ്പെടാനുള്ള സാധ്യത. The data will not work. ഡേറ്റ വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ തന്നിരിക്കുന്നത്. ശരിയാണോ എന്നുള്ളത് ചിന്തിക്കാം. More than one table is not possible. It's possible, right? Yes. Database will not work. ഒരു പ്രൈമറി കീ ഇല്ലാത്തത് കൊണ്ട് മാത്രം ഡേറ്റാബേസ് വർക്ക് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രം ഡേറ്റ നഷ്ടപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. ബട്ട് വി ക്യാൻ സേ ദാറ്റ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള സംവിധാനം ഉണ്ടല്ലോ, അത് വരാനുള്ള സാധ്യത നമുക്ക് ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല, തള്ളിക്കളയാൻ
പറ്റുകയില്ല. ദാറ്റ് ഈസ് ദ ഓപ്ഷൻ എ ആയിരിക്കും എന്ത് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഇതിന്റെ ഓപ്ഷൻ എ എന്നാണ് വരുന്നത്. ഓക്കെ ആണോ സെറ്റാണ്. ഓക്കെ 101. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് അറേഞ്ചിങ് ഓബ്ജെക്ട്സ് ഓൺ ഡിഫറെന്റ് ലെയേഴ്സ് ഇൻ സിൻഫിക് സ്റ്റുഡിയോ? മക്കളെ സിൻഫിക് സ്റ്റുഡിയോയില് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് അറേഞ്ചിങ് ഓബ്ജെക്ട്സ് ഓൺ ഡിഫറെന്റ് ലെയേഴ്സ് ഇൻ സിൻഫിക് സ്റ്റുഡിയോയില് യെസ് വ്യത്യസ്തമായിട്ടുള്ള ലെയറുകളായിട്ട് ലെയേഴ്സിന്റെ ഉപയോഗം എന്താണ് അതിന്റെ ഉപയോഗം എന്നുള്ളതാണ് ആ ക്വസ്റ്റ്യൻ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ കൂടി വായിക്കുകയാണ്. ഈ രണ്ട് ചോദ്യങ്ങളുടെയും ആൻസർ നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. വാട്ട് ഈസ് ദ ഡിഫോൾട്ട് ഫയൽ ഫോർമാറ്റ് ഓഫ് സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ? ആഹാ എന്ത് രസമുള്ള ചോദ്യമാണ് അല്ലെ. ഒന്ന് നോക്ക്. ഡിഫോൾട്ട് ഫയൽ ഫോർമാറ്റ് ഓഫ് സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ എന്താണ്? അറിയുന്ന ആളുകൾ വേഗം കമന്റ് ചെയ്യൂ. അറിയില്ല എന്നോട്ട് കമന്റ് ചെയ്യാതിരിക്കണ്ട, നിങ്ങൾക്ക് എന്തായാലും കമന്റ് ചെയ്യാം. കമന്റ് ചെയ്യാൻ ഇവിടെ ആരും ഉത്തരം പറഞ്ഞാൽ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും യെസ് തെറ്റാണെങ്കിൽ നമുക്കുള്ളൊരു അവസരമാണ് മക്കളെ എന്ത് ചെയ്യുക. ഓക്കെ, അപ്പൊ മക്കളെ ഒരുപാട് കുട്ടികൾ നമുക്ക് തന്നിരിക്കുന്ന ഉത്തരങ്ങൾ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. ഞാൻ ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ there may be a duplicate record, അതൊന്നും ഞാനത് മാർക്ക് ചെയ്തിരുന്നില്ല. പിന്നെ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് അറേഞ്ചിങ് ഓബ്ജെക്ട്സ് ഓൺ ഡിഫറെന്റ് ലെയേഴ്സ് ഇൻ സിൻഫിക് സ്റ്റുഡിയോയിൽ ലെയർ ആയിട്ട് വെക്കുമ്പോൾ ഗുണം എന്താണ്? Each object can be animated separately, animation can be easily exported, review can be seen, FPS can be changed. Yes, ഒന്നാമത്തെ each object can be animated separately, അതാണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത ഈ പേജിലെ അവസാനത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. വാട്ട് ഇസ് ദ ഡിഫോൾട്ട് ഫയൽ ഫോർമാറ്റ് ഓഫ് സിൻഫിക് സോഫ്റ്റ്വെയർ? അത് SHPO, GGBO, QGSO അല്ല മക്കളെ, അത് SIFZ ആണ്. ആണോ അല്ലയോ? യെസ് ആണ്. ഇതേ 3 ചോദ്യങ്ങൾ വേഗം കമന്റ് ചെയ്യൂ. നോക്കാം, വേഗം കമന്റ് ചെയ്യൂ. Which of the following operating system is not based on Linux? ലിനക്സിന്റെ ബേസിസിൽ അല്ലാത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് എന്നുള്ളതാണ്. അത് Debian ആണോ, Tizen ആണോ, iOS ആണോ, Android ആണോ? ആൻഡ്രോയിഡ് ആണെന്ന് ചിന്തിക്കുന്ന കുട്ടികൾ അത് മിക്കവാറും എന്തായിരിക്കും, അതൊരു ഓപ്പൺ സോഴ്സ് പോലത്തെ ഒരു സോഫ്റ്റ്വെയർ ആണ് ആൻഡ്രോയിഡ്. അപ്പൊ നമുക്ക് എന്താണെന്ന് അറിയാം, അതിന് പെട്ടതല്ല. വിച്ച് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ലിനക്സ് എന്നുള്ളതാണ്. ടൈസനും ഡിബിയനും നമ്മൾ കാണുന്നതാണ്. iOS അതുപോലെയല്ല. ആപ്പിൾ അല്ലേ മക്കളെ? അടുത്ത ചോദ്യത്തിന്റെ ആൻസർ ഇതിൽ എത്ര പേര് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്ത് നോക്കാം. Okay, which of the following is an advantage of SVG image over bitmap images? SVG എന്നുള്ള ഒരു ഇമേജിനെ വെച്ച് നോക്കുമ്പോൾ ബിറ്റ്മാപ്പിനേക്കാൾ എന്തൊക്കെ ഗുണങ്ങളാണ് കൂടുതലുള്ളത്? ബിറ്റ്മാപ്പിനേക്കാൾ ഗുണങ്ങൾ ഒരുപാടുണ്ട്, നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. എന്തൊക്കെയാണ്? These can be resized without losing the clarity. These are easy to create. These would be raster images. These would be JPG images with small file real size. എന്തൊക്കെ ഓപ്ഷൻസ് അല്ലേ മക്കളെ? നമുക്ക് അറിയുന്ന ഒന്നാമത്തെ ഓപ്ഷൻ അറിയാം. This can be resized without losing the clarity. നമ്മൾ ഇങ്ക്സ്കേപ്പ് 10ാം ക്ലാസ്സിൽ IT തുടങ്ങുന്നത് തന്നെ ഇതിലായിരുന്നു. ആണോ അല്ലയോ? അടുത്ത ക്വസ്റ്റ്യൻ, what is the characteristics of our vision that makes still images appear to moving when they are displayed continuously and rapidly in front of eyes? ഫിസിക്സ് ഒക്കെ പഠിക്കേണ്ട അവസ്ഥ IT വന്നു ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണല്ലേ മക്കളെ? എല്ലാവർക്കും സങ്കടം ഉണ്ടാവും. മക്കളെ പേടിക്കണ്ട. നമ്മൾ ഫാൻ കറങ്ങുന്നത് നോക്കുന്ന സമയത്ത് ആകെ ഫാനിലുണ്ടാവുക 3 ലീഫായിരിക്കും, അല്ലെങ്കിൽ 4 ലീഫായിരിക്കും. ഇനിയിപ്പോൾ കുറവാണെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഫാൻ കറങ്ങുന്ന പോലെ തോന്നും ഇല്ലേ? നമുക്ക് ലീഫ് എണ്ണാൻ പറ്റില്ല. യെസ്, ദാറ്റ് ഈസ് ദ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. ഓപ്ഷൻ എ, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. യെസ്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഫിസിക്സ് എടുക്കുന്ന സുഹൈൽ സാർ പിന്നെയും IT എടുക്കാൻ വന്നേ എന്നുള്ളത്. മനസ്സിലായില്ലേ? ഇവിടെ ഫിസിക്സിന്റെ കാര്യങ്ങൾ കൂടി നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പഠിക്കണം. വേണം. നോക്കൂ, ഈ ക്വസ്റ്റ്യൻ എന്താണ് ആൻസർ വരിക? വാട്ട് ആർ ദ ഇമേജസ് ക്രിയേറ്റഡ് ഇൻ സിൻഫിക് സ്റ്റുഡിയോ നോൺ ആസ്? സിൻഫിക് സ്റ്റുഡിയോയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇമേജിനെ പറയുന്ന പേര് മക്കളെ കീ ഫ്രെയിം ആണോ, മക്കളെ ഡേറ്റ ആണോ, അതോ ഒബ്ജക്റ്റ് ആണോ, അതോ ഇനി സ്റ്റൈലാണോ? എന്താണ്? യെസ്, ചില കുട്ടികൾക്കൊക്കെ അങ്ങനെ സ്റ്റൈൽ അല്ലെ എന്നൊക്കെ പറയാൻ ചിന്തിക്കും, പക്ഷെ അതല്ല. അതെന്താണ്? ഉത്തരത്തിന്റെ പേര് ഒബ്ജക്റ്റ് എന്നാണ്. എന്താണ്? യെസ്, ഇറ്റ്സ് an object created in Synfig Studio. Okay, let's go move to the next question. അടുത്ത ചോദ്യത്തിലേക്കുള്ള ചവിട്ടുപടി മക്കളെ നോക്കൂ, വായിക്കൂ.
എന്താണ്? When add a table of contents using the table of contents and index technique to a project report prepared in LibreOffice Writer, one heading was missing. What could be the reason? When added a table of contents using table of contents and index technique, table of contents നമ്മളെ content page അല്ല index page അത് നമ്മൾ ചെയ്യണം using the table of contents and index techniques to a project report prepared in LibreOffice Writer. One heading was missing. ഒരു heading കാണാണ്ടായി, എങ്ങോട്ടോ പോയി. What could be the reason? മക്കളെ എന്തായിരിക്കും ഇവിടെ കാരണം നോക്കാം. That heading was not modified by clone formatting. clone formatting വഴിയല്ല ചെയ്തിരിക്കുന്നത്. The table of contents was not given a background color. അതിന് background color കൊടുത്തിട്ടില്ല. ശരിയാകുമോ തെറ്റാകുമോ എന്നുള്ളത് ചിന്തിക്കാം. The page containing that heading was not given a page number. പേജ് നമ്പർ കൊടുത്തിട്ടില്ല. അതായിരിക്കോ? അല്ലെങ്കിൽ only that heading was not given style properly. എന്തായിരിക്കും? നിങ്ങൾ പറ, എന്തായിരിക്കും? ABCD ഇവനിൽ ഏതവനായിരിക്കും ഉത്തരം? ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നാലാമത്തെ ഉത്തരം, അതായത് അയാൾക്ക് കൃത്യമായി സ്റ്റൈൽ കൊടുത്തിട്ടുണ്ടാവില്ല, അതുകൊണ്ടല്ലേ അയാൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവുക. അല്ലേ? അതെ. രാവിലെ ടീച്ചർ അറ്റൻഡൻസ് വിളിക്കുമ്പോൾ നമ്മുടെ പേര് വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആബ്സെന്റ് ഇട്ട് വെക്കും. ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ വിളിച്ചില്ലെങ്കിലും പ്രസന്റ് ഇട്ട് വെക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. യെസ്, സ്വാഭാവികം, സർവ്വസാധാരണം ആണല്ലോ. അതുപോലെ മിസ്സായി പോയിട്ടുണ്ടാവാം പാവം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇൻവിറ്റേഷൻ ലെറ്റേഴ്സ് ടു പാരന്റ്സ് ഓഫ് ചിൽഡ്രൻ. എന്ത് ചോദ്യമല്ല, പാരന്റ്സ് ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ തന്നെയല്ലേ രക്ഷിതാക്കൾ ഉണ്ടാവുക. ഇൻ എ ക്ലാസ് നീഡ് ടു ബി പ്രിപ്പയർഡ് യൂസിംഗ് ദ മെയിൽ മെർജ് ടെക്നിക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഫ്റ്റ്വെയർ ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ പ്രിപ്പയറിംഗ് ദ സാമ്പിൾ ലെറ്റർ? ഇത് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ മക്കളെ ഞാൻ ഇറങ്ങിപ്പോവും, എനിക്ക് വേറൊന്നും പറയാനില്ല. യെസ്, കാരണം മെയിൽ മെർജ് ഞാൻ തന്നെ പറഞ്ഞെന്ന കാര്യമായിരുന്നു. ആണോ അല്ലയോ? യെസ്, LibreOffice Calc, LibreOffice Writer, LibreOffice Impress and the LibreOffice Base. യെസ്, നിങ്ങൾ കൃത്യമായിട്ട് പറയുന്ന എനിക്ക് നല്ല വിശ്വാസമുണ്ട്. റൈറ്റർ എന്നെ ഇറക്കി വിടാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യരുത്, തെറ്റിച്ചുകൊണ്ട് പറയരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ഗിവൻ പൈത്തൺ പ്രോഗ്രാം? മക്കളെ പ്രോഗ്രാം നോക്കൂ. എവിടെ പ്രോഗ്രാം? ഇവിടെ പ്രോഗ്രാം. ഇതാ, ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ ഉണ്ടായിരുന്നു, പൈത്തൺ പ്രോഗ്രാം എങ്ങനെ തുടങ്ങുന്നു എന്നുള്ളത്. അപ്പം അത് കിട്ടാത്ത ആളുകൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ വായിച്ചാൽ 1 മാർക്ക് ഫ്രീ ആയിട്ട് കിട്ടും. കിട്ടുമല്ലോ, കിട്ടും. ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ, ഫോർവേഡ് 50, ലെഫ്റ്റ് 90, ഫോർവേഡ് 50. ഫോർവേഡ് 50. ഇപ്പോ അതായത് ഉത്തമ, നമ്മൾ ഇവിടെ നിൽക്കുന്നു, ഫോർവേഡ് 50 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് ഇടത്തോട്ട് പോകുന്നു, ലെഫ്റ്റ് 90 ഡിഗ്രി തിരിഞ്ഞിട്ട് നേരെ ഫോർവേഡ് ഒരു 50 പോകുന്നു, ഇവിടെയും 50, ഇവിടെയും 50. അപ്പം ഇവിടുന്ന് തുടങ്ങുന്നു, ആരോ മാർക്ക് ഇങ്ങനെ മുകളിലേക്ക്. അപ്പോൾ 1 അല്ല 2 അല്ല 3 വരുന്നു, 4 അല്ല. എപ്പിടി എൻ്റെ ലോജിക്ക്? നമ്മൾ സാധാരണ ഈ ലോജിക് ഒക്കെ വെച്ച് കുറേ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യില്ലേ. ഇപ്പം NMMS, LSS, USS വേണ്ട. ഇനിയിപ്പോൾ നിങ്ങൾ ഈ നിങ്ങളുടെ വീട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരത് ചോദിച്ചാൽ മതി. ഡിറക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ടട്ടിൽ ഇമ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഇതൊക്കെ ആവശ്യമുള്ള സാധനമാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് ദ നെയിം ഗിവൺ ടു ദ സിസ്റ്റം ഓഫ് പ്രിപ്പയറിംഗ് മാപ്സ് ബേസ്ഡ് ഓൺ ഇൻഫർമേഷൻ ഫ്രം യൂസേഴ്സ്? യൂസേഴ്സിൽ നിന്നുമുള്ള ഡേറ്റ സ്വാംശീകരിച്ചു എടുത്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഗ്രാഫിന്റെ പേര് എന്താണ്? അത് ഡിജിറ്റൽ മാപ്പിംഗ് എന്നാണോ, GIS എന്നാണോ, GIS എന്നാണോ, കൊളാബറേറ്റിംഗ് മാപ്പിംഗ് എന്നാണോ? ഞാൻ GIS എന്ന് 2 പ്രാവശ്യം പറഞ്ഞു. വാട്ട് ഇസ് GIS? യെസ്, ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പം സിയും ബിയും സിയും ഒരേ പേര് കൊണ്ട് എന്താണ്, കാണുമ്പോൾ 2 ആണെങ്കിലും അതൊന്നു തന്നെയാണ്. ബട്ട് ഹിയർ ചിൽഡ്രൻ ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ കൊളാബറേറ്റീവ് മാപ്പിംഗ്. കൊളാബറേറ്റീവ് മാപ്പിംഗ് ആണ് എന്ത് ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആര് ആൻസർ പറയും? ബൈ റെക്കഗ്നൈസിംഗ് വിച്ച് ഫീച്ചർ ഓഫ് the heading LibreOffice Writer software inserts them into table of contents. By recognizing which feature of the headings LibreOffice Writer software inserts them into table of content. ഒന്നുകൂടി വായിക്കൂ. By recognizing which feature of the heading LibreOffice Writer software inserts them into the table of content. Yes. അത് ഫോണ്ട് സൈസും അത് ഫോണ്ട് കളറും അത് ഫോണ്ട് ഫാമിലിയും ഒക്കെ നോക്കിയിട്ടാണോ മക്കളെ ഈ സാധനം ഹെഡിങ് ആണ്, അല്ലെങ്കിൽ അത് ടേബിൾ ഓഫ് കോണ്ടന്റിലേക്ക് ഇടണം എന്ന് നമ്മൾ ചിന്തിക്കുന്നത്? അല്ല, ഒരിക്കലുമില്ല. അതെന്താണ്? അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റൈലാണ് എന്ത് പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പരിശോധിക്കുക. ഈസ് ഇറ്റ് കറക്റ്റ്?
യെസ്. അടുത്ത നോക്കൂ ഒന്ന് വായിച്ചിട്ട് ആൻസർ ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. ദിസ് ഈസ് ഫോർ യു ഗൈസ്. In what format should a logo created using Inkscape software be saved to maintain its quality? മക്കളെ ഇങ്ക്സ്കേപ്പിൽ നമ്മൾ എങ്ങനെ സേവ് ചെയ്യുമ്പോഴാണ് അതിന്റെ എന്താ പറയാ അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതിരിക്കുക? ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു ചോദ്യമാണ്. GIF ആണോ, JPG ആണോ, SVG ആണോ, അതോ BMP ആണോ എന്നുള്ളത്. ഓക്കെ, യെസ്. അത് ഞാൻ എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾക്കുള്ള ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തരുവാണ്. ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ടു വിച്ച് കെർണൽ പ്രോഗ്രാം ഷുഡ് ബി ആഡഡ് ടു ദ മിസ്സിംഗ് പാർട്സ് ഓഫ് ലിസ്റ്റ് ബിലോ? ഏത് പ്രോഗ്രാമാണ് ഉപയോഗിക്കുക? കേണലിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം GNU ലിനക്സ്, മൈക്രോസോഫ്റ്റ് NT, ആപ്പിൾ മാക് OS, അത് ലിനക്സ് ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ NTFS FAT32 HPFS അല്ല, XNU ആണ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്കുള്ളൊരു ഹോംവർക്ക് ആണ്. മറക്കരുത്. യെസ്. രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾക്കുള്ളത്. What number should be substituted for X in the given Python graphics program to produce a line 300 units long? മക്കളെ, ചോദ്യത്തിൽ തന്നെ ഉത്തരം അടങ്ങിയിരിക്കുന്ന ഒരു ചോദ്യമാണിത്. എക്സ് എന്നുള്ളവിടെ എന്താണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? അങ്ങനെ ചെയ്യുമ്പോൾ the line will be 300 units long. എക്സിന്റെ അവിടെ നമ്മൾ 100 ആണോ, 300 ആണോ, 10 ആണോ, 3 ആണോ? Of course it will be 300. 300 എന്ന് കൊടുത്താലല്ലേ 300 മീറ്ററിൽ ഇങ്ങനെ നമ്മുടെ ടർട്ടിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുള്ളൂ. അത് നമ്മൾ നോക്കണം, അത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഫൈൻ. ഓക്കെ, look at the next question. A school has 10 computers connected to a network. ഒരു സ്കൂളിൽ 10 കമ്പ്യൂട്ടർ ഉണ്ട്. നിങ്ങളുടെ സ്കൂളിൽ എത്ര കമ്പ്യൂട്ടർ ഉണ്ട്? The IP address of the first computer is 192.168.1.251. Which of the following is a possible IP address for the 10th computer? മക്കളെ, എങ്ങനെയാണെങ്കിൽ 10ാമത്തെ കമ്പ്യൂട്ടറിന് സാധ്യതയുള്ള ഒരു IP അഡ്രസ് എന്താണെന്നുള്ളതാണ് ചോദ്യം. 251 ആണ് ലാസ്റ്റ് അവസാനിക്കുന്നത് കേട്ടോ. അതായത് IP അഡ്രസ് ഫസ്റ്റ് കമ്പ്യൂട്ടർ എന്നുള്ളത് 251 ആണ്. സോ 192.168 ആണോ, 261 ആണോ, 192.168.261 ആണോ, 292 സംതിങ് ആണോ, 192.268.11.251 ആണോ, അതോ 192.168.122 ആണോ? യു ഗൈസ് ക്യാൻ കമ്പയർ. നമുക്കത് കണ്ടുപിടിക്കണം കേട്ടോ. ചിലർ ബുദ്ധിക്ക് കളിക്കും. സാറേ 192.168.261 അല്ലേ എന്ന് പറയും. നോ 0.122 ആയിരിക്കും കേട്ടോ, ലാസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, എന്നാ നമുക്ക് അടുത്തതിലേക്ക് കടക്കാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Which of the following instruction is used to increase the width of lines? Width of lines used in Python graphics. Width of line എന്താണ്? ഡോട്ട് ആണോ, RT ആണോ? RT എന്ന് വെച്ചാൽ റൈറ്റ്, FD എന്ന് വെച്ചാൽ ഫോർവേഡ്. ഇതിലേതാണ്? പെൻ സൈസ് ആയിരിക്കും. പെൻ സൈസ് ആയിരിക്കും. അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ആർക്കെങ്കിലും അതിനകത്ത് തർക്കമുണ്ടോ? സംശയമില്ല. ഇനി ഈ ചോദ്യം, അടുത്ത് പറയാൻ പോകുന്ന ചോദ്യം കഴിഞ്ഞാൽ ഇനി ഒരു ക്വസ്റ്റ്യൻ 2 ഉത്തരം ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ 2 ഉത്തരം എന്ന് പറഞ്ഞുള്ളൂ, വേറെ ഒന്നല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Which method should be selected in IPv4 settings to assign a static IP address to a computer? എന്നുവെച്ചാൽ which method should be selected in IPv4 settings to assign a static IP? ഒരു കമ്പ്യൂട്ടറിന് സ്റ്റാറ്റിക് ആയിട്ട് ഒരു IP ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ മക്കളെ, അത് ഓട്ടോമാറ്റിക്കലി അതൊരു DHCP അത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള അഡ്രസ്സിലൊന്നും എന്ത് ചെയ്യില്ല, പോവില്ല. അത് ലിങ്ക് ലോക്കൽ ആയിട്ടും പോവില്ല. അത് മാനുവൽ ആയിട്ട് എന്ത് ചെയ്യണം, നമ്മളത് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് പറയാൻ ഉള്ളത്. ഫൈൻ, ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. അപ്പൊ നമുക്ക് രണ്ട് ഉത്തരങ്ങളുള്ള ഒരു ചോദ്യം, കുറച്ച് ചോദ്യങ്ങൾ കൂടി നോക്കാം. നോക്കൂ. Which among the following are the correct cascading style codes for making the H1 heading red in color? ABCD. അതായത് H1 ഹെഡിങ് എന്നുള്ളത് റെഡ് കളറിലാക്കണം. അപ്പൊ അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള എന്താണെന്നുള്ളതാ, H1 എന്നുള്ളൊരു ഹെഡിങ് ആണ്. അപ്പം ഇതിനകത്ത് എന്തില്ല, ഫസ്റ്റ് വണ്ണിലകത്ത് H1 എന്ന് കാണാനില്ല. രണ്ടാമത്തിൽ H1 ഉണ്ട്, മൂന്നാമത്തിൽ H1 ഉണ്ട്, നാലാമത്തിൽ ബോഡിയാണ്, ബോഡിയല്ല H1 ആണ്. അഞ്ചാമത്തത് എന്താണ്, ബോഡി സ്റ്റൈല് H1 കളർ റെഡ് സ്റ്റൈല് ബോഡി. അതിന്റെ ഫോണ്ടിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, ചെറിയ സാധനം തെറ്റും പിശകുണ്ട് അവിടെ. അപ്പൊ നമുക്ക് ഇവിടെ B എന്നുള്ള ഓപ്ഷനും അതേപോലെ തന്നെ C എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ഇവിടെ കറക്റ്റ് ആയിട്ട് കേട്ടോ. അതായത് H1 സ്റ്റൈല്, അതുപോലെ തന്നെ ഹെഡ് എന്നുള്ള കൊടുത്തിരിക്കുന്നത്.
കാരണം എന്താണ്? ഇറ്റ് ഈസ് ഹെഡിങ് ആണ്, അതുകൊണ്ടാണ്. Okay, 12th one. Just looking to the 12th one. Which of the following instruction can be used to fill the Python program in order to get a square as output? ഒരു ടട്ട് തുടങ്ങിയിട്ടുണ്ട്. I is equal to range of 4, forward of 50, മുമ്പിലേക്ക് 50 പോയിട്ടുണ്ട്. സ്ക്വയർ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടുന്ന് ഇപ്പോൾ എവിടേക്കെങ്കിലും ഒന്ന് തിരിയണ്ടേ? ഇപ്പം എന്താ, ഒരു ഉദാഹരണം പറയുവാണെ, സ്ക്വയർ കിട്ടേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെ, 120 ഡിഗ്രി തിരിഞ്ഞെന്ന് വെച്ചാൽ ഇങ്ങനെ പോകും, ശരിയാവില്ല. അല്ല 360 ഡിഗ്രി തിരിഞ്ഞെന്ന് വെച്ചാൽ അതായത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ, അതായത് അങ്ങനെ തന്നെ പോകും, അല്ലെങ്കിൽ തിരിച്ച് ഇങ്ങനെ തന്നെ റിഫ്ലക്ട് അല്ല, തിരിച്ച് അങ്ങനെ തന്നെ പോകും, ശരിയാവില്ല, സ്ക്വയർ കിട്ടില്ല. ഇതല്ല ദാ റൈറ്റ് 90 ആൻഡ് ലെഫ്റ്റ് 90, ഇത് രണ്ടുമാണ് എന്ത്, ഇതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള മറുപടി എന്ന് പറയാൻ പറഞ്ഞു. ആര്? ഞാൻ, നോം തന്നെ. മക്കളെ 13ാമത്തെ 2 ഉത്തരങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ ഉത്തരങ്ങൾ? നോക്കൂ. Below are some of the techniques available in LibreOffice Writer and their uses. Which of these are correct? ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യമായിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ക്ലോൺ ഫോർമാറ്റിംഗ് to apply the format given to one part of the other part. നമുക്കറിയാം, അത് ശരിയാണ്. ക്ലോൺ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. Table of contents and index to add database information to the document. ഡേറ്റാബേസ് ഇൻഫർമേഷൻ ഡോക്യുമെന്റിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളത് ശരിക്കും അത് ടേബിൾ ഓഫ് കോണ്ടന്റിന്റെ പണിയല്ല, അത് മെയിൽ മെർജിലൊക്കെ ചെയ്യുക. അതായത് ഒരു ഡോക്യുമെന്റിലുള്ള ഡേറ്റ നമ്മൾ ഇതിലേക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല ചെയ്യാറ്. ഞാൻ അടുത്തത് മെയിൽ മെർജ്, ടു കോപ്പി ആൻഡ് പേസ്റ്റ് മൾട്ടിപ്പിൾ ഇൻഫർമേഷൻ ഇൻ എ ഡോക്യുമെന്റ്. അതിന് ശരിക്കും മെയിൽ മെർജിന്റെ ഒന്നും ആവശ്യമില്ല, ഒരു ഡോക്യുമെന്റിലേക്ക് ഒന്നിലധികം സാധനം കോപ്പി പേസ്റ്റ് ചെയ്യണമെങ്കിൽ. സ്റ്റൈൽ, ഡിഫൈൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ഡോക്യുമെന്റ് ആൻഡ് ഗിവ് ദം സെയിം ഫോർമാറ്റ്. യെസ്, അത് തന്നെയാണ്. പിന്നെ ഫോർമാറ്റിംഗ്, ടു ഡിലീറ്റ് ദ കറന്റ് information in a database and add new one. അത് മാത്രമല്ല, നമുക്ക് എന്ത് വേണം എഡിറ്റ് വരുത്താം എന്നാണ് പറയാൻ പറ്റുക. And look about the 14th question. Select the two correct statement about the GNU Linux operating system. GNU Linux നെ കുറിച്ചുള്ള കൃത്യമായ കറക്റ്റ് ആയിട്ടുള്ള 2 എണ്ണം മറുപടി കറക്റ്റ് ആയിട്ട് പറയൂ. The development of GNU Linux was led by GNU project. അതെ, അത് ശരിയാണ്. This is an OS that is proprietary to GNU project. അല്ല, proprietary അല്ല, ആരുടെയും തറവാട് സ്വത്തല്ല. Its kernel program is Linux. ലിനക്സ് കേണൽ പ്രോഗ്രാമിന് ലിനക്സ് അല്ലല്ലോ നമ്മൾ വിളിക്കുക. പിന്നെ വേറെ ഒന്നുണ്ട്, ലിനക്സ് കേണൽ വാസ് ക്രിയേറ്റഡ് ബൈ റിച്ചാർഡ് സ്റ്റാൾമാൻ. അത് കറക്റ്റ്, നമുക്ക് തെറ്റാന്ന് പറയാൻ പറ്റില്ല. ചാൾസ് ബാബേജ് ഹു ഓൾസോ ഇൻവെന്റഡ് ദ ക്രിയേഷൻ ഓഫ് ലിനക്സ് കേണൽ. ചാൾസ് ബാബേജിന് അതായിരുന്നില്ല പണി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ നെക്സ്റ്റ്. Which is the internet platform for publishing stories, poems, articles, etc. നമ്മൾ ഒരിക്കൽ കണ്ടതാണ്, അത് ഉത്തരം ബ്ലോഗാണ്. Which technology is used to exchange letters using computer with the help of the internet? Which technology is used to exchange letters using the computer with the help of internet? കത്തുകൾ പരസ്പരം കൈമാറാൻ നമുക്ക് ഇമെയിൽ ആണോ, വെബ് ഹോസ്റ്റിംഗ് ആണോ, ബ്ലോഗ് ആണോ, ഇ ബാങ്കിങ് ആണോ? മക്കളെ, കത്ത് അയക്കുക എന്നുള്ളത് ലെറ്റർ അയക്കുക എന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് നമ്മൾ എന്ത് ചെയ്യും, കത്ത് കൈകൊണ്ട് എഴുതുന്നു, പിന്നെ അത് ഇമെയിൽ ആകുന്നു, അങ്ങനെ വരുന്നു. അടുത്തത് 163. When the GNU project started building an operating system, which of the following operating system was considered as a model? അതായത് GNU project ഒരു OS ഇങ്ങനെ ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ അവർ ഡെബിയൻ ആണോ, മാക് ആണോ, യൂണിക്സ് ആണോ, FreeBSD ആണോ, ഇവയിൽ ഏതാണ് അവർ കൃത്യമായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്, OS ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്? It is Unix. It is Unix. Okay. And അടുത്ത question. Which tool is used to display the information about a specific house recorded in a project file prepared in Quantum GIS after selecting the house layer? Yes. ഞാൻ പറയുന്നില്ല, അത് 3ാമത്തെ ഓപ്ഷൻ തന്നെയാണ് വരിക. ബാക്കിയുള്ളൊക്കെ എന്തിനാന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയല്ലോ. The image shows the database panel in the LibreOffice base window. Which icon database represents table? നേരെ നോക്കൂ, ഓപ്ഷൻ എ ടേബിൾ മാതിരി ഉണ്ടല്ലോ. യെസ്, അത് തന്നെയാണ് അതിനുള്ള മറുപടി ആയിട്ട് വരികയും ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, എല്ലാവരും വായിക്കൂ. Which technique in Quantum GIS software can be used to find out which building will be affected if the road passing through a residential area is widened to 10 meters? അതായത് നമ്മളിവിടെ ഏതാണ് ഇവിടെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് QGS ഇപ്പം ഒരു റോഡ് വീതി കൂട്ടുമ്പം ഏതൊക്കെ ബിൽഡിംഗ് അഫക്ട് ചെയ്യുന്നുള്ളതിന് ഏതാണ് നമ്മൾ ബഫറിംഗ് ആയിരിക്കും എന്ത് ചെയ്യാം എപ്പോഴും ആ സാധനത്തിന് മുന്നോട്ട് ചെയ്യുക കേട്ടോ. ഇനി using the mail merge feature LibreOffice Writer. In LibreOffice Writer, the participation cards for which festival should be prepared as 4 cards per page. After including field in one card, what method should be used to include the field in the next card?
അടുത്ത കാർഡിൽ എന്ത്? ഡേറ്റാബേസ് നെയിം ആണോ, റെക്കോർഡ് നെയിം ആണോ, ഇനി റെക്കോർഡ് ആണോ, നെക്സ്റ്റ് റെക്കോർഡ് ആണോ? പേര് തന്നെ സൂചിപ്പിക്കുന്നു, ഇറ്റ് ഈസ് നെക്സ്റ്റ് റെക്കോർഡ്. അതന്നെ എന്ത് സൂചിപ്പിക്കുന്നു? നെക്സ്റ്റ് റെക്കോർഡ്. വായിച്ചോളൂ. After selecting a location in the Sun Clock software, which tool in the menu bar is used to obtain the standard time for the location? സ്റ്റാൻഡേർഡ് ടൈം ഫോർ ദ ലൊക്കേഷൻ. സൺ ക്ലോക്ക് ഓപ്പൺ ചെയ്യുന്നു, L എന്നുള്ളത് ഞെക്കുന്നു, ഞെക്കണ്ടേ? ഞെക്കണം. ഇത് നമുക്ക് സുഹൈൽ സാറ് പറഞ്ഞതാണ് അല്ലേ? സോർട്ടിങ് ആൻഡ് സേവിങ് ഫയൽസ് ഇൻ എ കമ്പ്യൂട്ടർ. സോർട്ടിങ് ആൻഡ് സേവിങ് അത് ആരുടെ പണിയാണ്? അത് ഷെല്ലിന്റെ പണിയാണോ, സാപ്പാഡിഷന്റെ ആണോ, ഡ്രൈവറിന്റെ ആണോ? അല്ല, അത് OSന്റെ പണിയാണ്. അത് ആരുടെ പണിയാണ്? അത് OSന്റെ പണിയാണ് എന്നുള്ളതാണ്. Which among the following is not a vector graphic editing software? നമുക്ക് ഒന്നേ പറയാനുള്ളൂ, അത് ജിംബാണ്. കാരണം അതെന്തല്ല, അത് ജിംബാണ്. എന്തല്ല? യെസ്, അതൊരു വെക്ടർ ഗ്രാഫിക് സോഫ്റ്റ്വെയർ അല്ല. ജിംബ് എന്ന് പറയുന്നത് അഡോബ് ഇല്ലസ്ട്രേറ്ററും ഇങ്ക്സ്കേപ്പ് ഒക്കെ അതിൽ പെട്ടതാണ്. അടുത്തത് given below is a banner. ഒരു ബാനർ ഉണ്ട്. Designed using Inkscape software, in which after selecting the image of camera, which among the following techniques should be used to arrange it behind the text? അത് റേസ് ആണോ, ലോവർ ആണോ, ഡിലീറ്റ് ആണോ? റേസ് ടു ടോപ്പ് ആണോ? മക്കളെ, റേസ് അല്ല, അത് ഡിലീറ്റ് അല്ല, അത് റേസ് ടു ടോപ്പും അല്ല. പകരം എന്താണ്? അത് ലോവർ ആണ് അതിന് ഉത്തരം വരുന്നത്. ഓക്കെ. Which of the following helps to carry out the financial transaction through a website specially prepared by bank? ഡേറ്റാ ബാങ്കിങ് അല്ല, അത് ബാങ്കിങ് ആണ് കേട്ടോ. ആരും എന്ത് ചെയ്യരുത്, അത് സംശയിക്കരുത്. അത് ബാങ്കിങ് ആണ്, ഡേറ്റാ ബാങ്കിങ് അല്ല. ഓക്കെ 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 നോക്കിക്കോളൂ. ഒന്നാമത്തെ ഉത്തരം നിങ്ങൾ തന്നെ പറയൂ. ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. കമന്റ് ഇട്ടുള്ളൂ. നോക്കാം. യെസ്, ഒന്നാമത്തെ ആൻസർ ക്ലോൺ ഫോർമാറ്റിംഗ്. ആൻഡ് രണ്ടാമത്തെ ദിസ് ഇമേജ്. ഇതിന് എന്ത് പെയിന്റ് ആണ്? which among the following method is used to change the ബോർഡർ എന്നുള്ളത് ഒപ്പാസിറ്റിയും ബ്ലറും അല്ല, അത് വെറും ഫില്ലല്ല, അത് സ്ട്രോക്ക് പെയിന്റിനെ ഫില്ല് ചെയ്യുന്ന രീതിയാണ്. ആണല്ലോ, ആണ്. മക്കളെ, ഈ ഒരു 4 ചോദ്യത്തോട് കൂടിയിട്ട് നമുക്ക് തൽക്കാലം ഇന്നത്തെ ഈ ഒരു MCQ സീരീസ് ഇവിടെ ഇപ്പൊ തൽക്കാലം അവസാനിക്കും. ബട്ട് നോ നീഡ് ടു വെറി അബൌട്ട് ഇറ്റ്. നോക്കൂ, ഈ ചോദ്യം നോക്കൂ, എന്താണ് അതിന് ഉത്തരം വരുന്നത്? How is an image created using Inkscape software exported to PNG? മക്കളെ, PNGയിലേക്ക് എങ്ങനെയാണ് നമ്മൾ അതിനെ എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. യെസ്, ഫയൽ എക്സ്പോർട്ട് ടു PNG. അത് തന്നെയാണ്, C തന്നെ വരുന്നത്. ഇനി അടുത്ത എന്താണ് വരുന്നത്? CSS is used to solve the code duplicated effectively while creating the web pages. What is the full form of CSS? Cascading style sheet. ഇതൊക്കെ പറഞ്ഞെങ്കിൽ നമ്മളേക്ക് എന്തിനാ പറ്റുക അല്ലേ? Which among the following is not an HTML editor? HTML editor അല്ലാത്ത ഏതാണ്? നമുക്ക് C++ നമുക്ക് ചെയ്യാൻ പറ്റും, ക്വാണ്ട പ്ലസും ചെയ്യാം, ടെക്സ്മേറ്റ് ചെയ്യാം. ബട്ട് ബ്ലൂ ഗ്രിഫോൺ അത് അതിന് പറ്റുന്ന സാധനം അല്ല. What is the technique used to easily unify and beautify the page structure and heading in LibreOffice Writer? Page structure and heading in LibreOffice Writer. What is the technique used? അവിടെ നമ്പറിംഗ് എന്ന് പറയാൻ പറ്റില്ല. പേജ് സ്ട്രക്ചർ ആൻഡ് ഹെഡിങ് ഉണ്ട്, അപ്പൊ ഹെഡർ എന്ന് പറയാൻ പറ്റില്ല. ഫ്രെയിമും അല്ല. അതെന്താണത്? അത് സ്റ്റൈലാണ്. അപ്പൊ മക്കളെ, ഇന്ന് നമ്മൾ ഏകദേശം നല്ലൊരു എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. പരമാവധി ഇത് എന്ത് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യൻസും എഴുതിയെടുക്കുക, അതിന് ഉത്തരങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് അടിക്കാൻ ചിലവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ചെയ്യുക. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരെ ടേക്ക് കെയർ ഓൾ, ബൈ.